ഈ ഉണ്ടാക്കാൻ പോണ ആളെ അറിയോ? മൂപ്പരൊരു ഇറ്റാലിയൻ റെസിപ്പിയാ. ബിസ്കോട്ടി മീൻസ് ട്വൈസ് ബേക്ഡ്. ഇപ്പോൾ കൂടുതലും വിദേശികളാ എൻ്റെ കിച്ചണിലുള്ളതേ. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? പലപ്പോഴായി പലര് തന്ന ഇൻസൾട്ടുകൾ. മുൻപേ ഒരു വിവാഹ മണ്ഡപത്തിൽ എത്തിയ സമയത്ത് ഈ വരുന്നവരെയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് എന്നെ നന്നായിട്ട് അറിയാവുന്ന, എൻ്റെ ബുദ്ധിമുട്ടുകളെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ എല്ലാവർക്കും നല്ല ഇൻട്രോ ഒക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താമായിരുന്നിട്ടും അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്നും തിന്നാൻ പറ്റിയില്ലെങ്കിലും ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ പൊക്കോളും വിളിക്കുന്നിടത്തൊക്കെ, വണ്ടിയിൽ ബാക്കിയുള്ളവരുടെ കൂടി സ്ഥലം കളയാനായിട്ട്. അതും പറഞ്ഞ് വലിയൊരു കോമഡി പറഞ്ഞ പോലെ അയാളങ്ങ് ചിരിച്ചു. എൻ്റെ നെഞ്ചത്ത് കയറിയിട്ടൊരു ചിരി. കൂടെ നിന്ന കുറേ മനുഷ്യരും ചിരിച്ചു കൊടുത്തു. വല്ല സീരിയലെങ്ങാനും ആയിരുന്നെങ്കിലുണ്ടല്ലോ, ബീജിയം കുത്തിക്കയറ്റി 2 ദിവസം അങ്ങോട്ട് ഓടിച്ചേനെ. പല രീതിയിലുള്ള പല ഭാവങ്ങൾ എൻ്റെ മുഖത്ത് മിന്നി മറഞ്ഞത്. പോട്ടേന്ന്. ഈ ഇൻസൾട്ടൊക്കെയാണ് പിന്നീട് ലൈഫിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത്. ഇനിയിപ്പോൾ ഇവരൊന്നും ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വിധിയെ ഓർത്ത് എവിടെയെങ്കിലും ഇരുന്ന് കരഞ്ഞേനെ. ഇതിപ്പോൾ ആരറിഞ്ഞു ഭക്ഷണത്തിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയ ഇവരൊക്കെ നാളെ. അല്ലെങ്കിൽ വേണ്ട, മുഴുവനും ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് ഇനിയും കാണണ്ടേ വീഡിയോ കൂടി. അപ്പം പറയാട്ടോ ബാക്കി വിശേഷങ്ങൾ. ശരി, ടാറ്റാ.